ഹലോ. നമ്മുടെ ചാനലിൽ അങ്ങനെ അധികം ലോങ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടില്ല. അങ്ങനെയല്ല, അതിലൊരു തിരുത്തലുണ്ട്. സീരിയസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ലോങ് വീഡിയോസ് ഇട്ടിട്ടേയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ക്രിസ്മസ് ക്രാഫ്റ്റിൽ തന്നെ തുടങ്ങിയേക്കാം. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നല്ല കേട്ടോ, രണ്ടെണ്ണം. രണ്ട് വീഡിയോസ് ഞാൻ ഒന്നിച്ച് ഒരു ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് ഇടുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ ഇതേപോലെ ഒരു പേപ്പറും ഈ 3 കളർ ഷെയ്ഡ് ക്ലേയുമാണ് വേണ്ടത്. ഇത് 3 വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ പിന്നെ ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് റെഡും എല്ലാം എടുത്തത്. മെയിൻ ആയിട്ടും ഗ്രീൻ ആണ് വേണ്ടത്. പേപ്പർ ഇതാ ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഈ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇതേ കണ്ടോളൂ. ഇതാണ് സംഭവം. ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് വരും. ശരിയായില്ല, എന്നാ കുറച്ചുകൂടെ ആകാം. അങ്ങനെ കട്ട് ചെയ്ത് ഏകദേശം കോണിന്റെ പാതിയോളം ഞാൻ കട്ട് ചെയ്തങ്ങ് മാറ്റിക്കളഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ക്ലേ അത്രേ എന്റെ കയ്യിലുള്ളൂ. ഇത് തികയുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല. ക്ലേ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾക്കിത് ഇതേപോലെ ക്ലേ ചെറിയ ചെറിയ ബൗൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വരച്ചങ്ങോട്ട് ചേർത്ത് പേസ്റ്റ് ചെയ്ത് വെക്കാം. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. ക്ലേയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യവും ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്ലേ ഉരുട്ടി തുടങ്ങുന്നതായിരിക്കും. പക്ഷെ ഞാൻ ക്ലേ മാത്രം ഉരുട്ടിക്കൊണ്ട് അവിടെ ഇരിക്കും. ചെയ്യാൻ വന്ന കാര്യം ഞാൻ മറന്നു പോകും. ക്ലേ, സ്ലൈം ഇതിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരു അസ്കിത എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് തേച്ച് ക്ലേ. ഇനി വൈറ്റ് ക്ലേ ഉണ്ട് ഇതേപോലെ ചെറിയ ചെറിയ സ്നോബോൾസ് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തിനോ എപ്പോഴോ വാങ്ങിച്ചു വെച്ച സാധനമാണ്, എനിക്കറിയില്ല. എത്രയോ വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കാന്നറിയാം. കുഞ്ഞു കുഞ്ഞ് സ്റ്റാഴ്സ്, പല കളറുണ്ട് കേട്ടോ. എന്തിനുപയോഗിക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് നോക്കിയിട്ട് തിരിച്ചെടുത്ത് വെക്കുമായിരുന്നു. എന്തിനാന്നറിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്കിത് മനസ്സിലായി. ഇത് ഇതിന് മാത്രമേ ഉപകരിക്കൂ എന്ന്. സത്യമായിട്ടും വേറെ ഒന്നിനും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഇത് ഉപകരിക്കാൻ. ഇതിന് എനിക്ക് ഭയങ്കര ഇതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അതെന്റെ കയ്യിൽ ഇരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോ കേട്ടോ. ലാസ്റ്റ് എന്റെ കയ്യിൽ ഒരു കോർക്ലേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൂടെ അങ്ങ് ചുറ്റി കൊടുത്തിട്ട് അങ്ങനെ ഡെസ്ക് തന്നെ ഒരു ക്രിസ്മസ് വൈബിലേക്ക് മൊത്തത്തിൽ മാറിയ പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഈ ക്രിസ്മസിന്റെ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഈ പ്ലം കേക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഈ ടുലിപ്പ് ഫ്ലവേഴ്സ് എങ്ങനെയുണ്ട്? എന്റെ ഒരു ക്രോഷ്യ ചാനലുണ്ട്. ഞാൻ അതിലേക്ക് വേണ്ടി ചെയ്തു വെച്ചതാണ് കേട്ടോ. ഞാൻ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്രോഷ്യ പഠിക്കാനും അങ്ങനെയുള്ള വീഡിയോസ് കാണാനും ഇഷ്ടമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇനി നമ്മുടെ സെക്കൻഡ് ക്രിസ്മസ് ട്രീ. അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും കളർ പേപ്പറോ അല്ലെങ്കിൽ പച്ച പെയിന്റ് അടിച്ചങ്ങോട്ട് എടുക്കുക വെള്ള പേപ്പറിൽ. ആ പരിപാടി ഞാൻ മിക്കപ്പോഴും ചെയ്യാറുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ നെക്സ്റ്റ് വരാൻ പോണ ക്രിസ്മസ് ഡെക്കർ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. എന്റെ കയ്യിൽ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെയിന്റ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല. ദാരിദ്ര്യമൊന്നുമില്ല. പേപ്പർ ഉണ്ടെന്നേ എന്റെ കയ്യില്. ഇത്തിരി ചെറുതാണെന്നേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ വലുത് തന്നെ എടുത്തോ. ഇതേപോലെ ത്രികോണത്തിന്റെ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രീയുടെ ആ ഒരു ലീവ്സിന്റെ ആ ഒരു സ്റ്റൈലില് ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോ ഈ ചാനലിൽ ഓൾമോസ്റ്റ് 56ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ വീഡിയോസ് ഇത്രയും ചെയ്തിട്ടും എങ്കിലും ഞാൻ താഴേക്ക് പോകാൻ തയ്യാറല്ല. ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ എങ്കിലും വിഷമമുണ്ട്. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടും അതിന് തക്കതായിട്ടുള്ള രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അത് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രം ആ വീഡിയോയിൽ ആവശ്യത്തിലധികം എൻഗേജ്മെന്റ് എനിക്ക് തന്നു. പക്ഷേ മറ്റുള്ള എല്ലാ വീഡിയോസിലും അതില്ല. അതിപ്പോ എന്റെ ക്രാഫ്റ്റ് ഐഡിയാസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതെന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്താലല്ലേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിലോ ഇനി ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് അതൊന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കമന്റ്സിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്റെ കമന്റ്സിൽ അങ്ങനെ അധികം വരാറില്ല. പക്ഷെ എന്റെ കമന്റ്സിൽ ഡെയിലി ഞാൻ കാണാറുള്ള 2 പേരുണ്ട്. ഒരു റൂബി, ദെൻ വൺ ജസ്റ്റീന. ആ, ഈ 2 പേര് ഇവര് റെഗുലർ ആയിട്ട് എന്റെ വീഡിയോസിൽ കമന്റ്സ് ഇടാറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ആഗ്രഹം എന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ ഒരു ക്രിസ്മസ് ഡെക്കർ ഐഡിയ പോലും ഞാൻ എടുത്തതിന് കാരണം ഇതിലൊരാൾ കാരണമാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ കാണുന്നവർക്കും എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നേനെ. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പേപ്പർ കൊണ്ടുള്ള ആ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഡെക്കറേഷൻ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം. അതുകൊണ്ട് ഒരു ചെറിയ സ്റ്റാർ കൂടെ ഞാൻ മുറിച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒരു ഡെക്കറേഷനും ഇല്ല കേട്ടോ. കൊട്ടും കുരവിയും ആനയും അമ്പാരിയും ഒന്നും ഇല്ലാത്ത നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? കൊച്ചു കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു കത്രികയും ഒരു കളർ പേപ്പറും കുറച്ച് പശയുണ്ടെങ്കിൽ സെറ്റാണ്. നമ്മുടെ ടേബിളൊക്കെ ഒരു ക്രിസ്മസ് വൈബിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക.